ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചാണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വ്യാവസായിക വിപ്ലവം എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഡൊയൻബി ആണ്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാകമാനം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. ഉൽപ്പാദന വിതരണ രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ വ്യാവസായിക വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പം 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാകമാനം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി കണ്ടുപിടുത്തങ്ങളുണ്ടായി. ഉൽപ്പാദന വിതരണ രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. വ്യാവസായിക വിപ്ലവം എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഡൊയൻബി ആണ്. കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട്. അപ്പം 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഉൽപ്പാദന വിതരണ രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവമെന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് വീട്ടുതൊഴിൽ സമ്പ്രദായം എന്നറിയപ്പെടുന്ന ഉൽപ്പാദന സമ്പ്രദായത്തെയാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ വ്യവസായങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ആൾക്കാരെവിടെയാണ്, അവരവരുടെ വീടുകളിൽ തന്നെയാണ് ഓരോരോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ആദ്യകാലത്ത് വീടുകളാണ് വ്യവസായശാലയായി പ്രവർത്തിച്ചിരുന്നത്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഫാക്ടറിയിലോട്ട് മാറ്റി. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ് വീടുകളിൽ നിന്നും വ്യവസായത്തിലോട്ട് മാറിയത്. മനുഷ്യൻ ജോലി ചെയ്യുന്നതിൽ നിന്നും യന്ത്രങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങി എന്നതാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ നേട്ടം. അപ്പം വ്യാവസായിക വിപ്ലവത്തിൽ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ മനുഷ്യരാണ് ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം അത് വ്യവസായത്തിലോട്ട് മാറുകയും ആളുകൾ ചെയ്യുന്ന ജോലി യന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. വ്യാവസായിക വിപ്ലവം ലോക വിപണിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അപ്പം വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ അവനവൻ ആവശ്യമായ സാധനങ്ങൾ, അതായത് ആഭ്യന്തര ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ആഭ്യന്തര വിപണിയെ മാത്രമല്ല ലോക വിപണിയെ അടിസ്ഥാനമാക്കിയാണ് അവർ ഉൽപ്പാദനം നടത്തിയിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഖനനം, നിർമ്മാണം, ഗതാഗതം, കൃഷി, വാർത്താവിനിമയം എന്നീ രംഗത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ചുണ്ടായ ഈ ഉൽപ്പാദനത്തിലും സാമ്പത്തികവുമായ മാറ്റത്തെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലണ്ടിൽ എല്ലാ മേഖലയിലും, അതായത് ഖനനം, നിർമ്മാണം, ഗതാഗതം, കൃഷി, വാർത്താവിനിമയം എന്നീ എല്ലാ രംഗങ്ങളിലും വ്യാവസായിക വിപ്ലവം കാരണം വലിയ മാറ്റമാണ് ഉണ്ടായത്. ഉൽപ്പാദനത്തിലും സാമ്പത്തികമായും വലിയ മാറ്റം തന്നെയാണ് ഉണ്ടായത്. മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെയും യന്ത്രങ്ങളുടെയും സഹായത്തോടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇതിലൂടെ നിരവധി ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ബ്രിട്ടന് ലോകത്തെ എല്ലായിടത്തും ഉൽപ്പന്നം എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിലൂടെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ബ്രിട്ടന് ലോകത്തെ എല്ലായിടത്തും ഉൽപ്പന്നം എത്തിക്കാനും കഴിഞ്ഞു. മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെയും യന്ത്രങ്ങളുടെയും സഹായത്തോടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ തുടങ്ങി എന്നതാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. യൂറോപ്പിൽ നിരവധി വ്യവസായശാലകൾ ഉയർന്നു വന്നു. വ്യവസായികൾ സമ്പന്നരായി. വ്യവസായങ്ങൾക്കു ചുറ്റും വ്യാവസായിക നഗരങ്ങൾ ഉയർന്നു. ഇത് ആഗോളമായി വ്യാപിക്കുകയും ചെയ്തു. വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് കൽക്കരി, ഇരുമ്പ് എന്നിവ. കൽക്കരിയുടെയും ഇരുമ്പിൻ്റെയും നിക്ഷേപം കൊണ്ട് സമ്പന്നമായ നാടായിരുന്നു ഇംഗ്ലണ്ട്. യന്ത്രങ്ങളുടെ നിർമ്മാണത്തോടെ ഇരുമ്പിൻ്റെ ആവശ്യവും വർദ്ധിച്ചു. അപ്പോൾ യൂറോപ്പിൽ വ്യാവസായിക വിപ്ലവത്തോടു കൂടി നിരവധി വ്യവസായങ്ങൾ ഉയർന്നു വന്നു. ഇതോടെ വ്യവസായികൾ സമ്പന്നരായി. വ്യവസായങ്ങൾക്ക് ചുറ്റും വ്യാവസായിക നഗരങ്ങൾ ഉയർന്നു. ഇത് ആഗോളമായി തന്നെ വ്യാപിക്കാനും തുടങ്ങിയിരുന്നു. വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായിരുന്നു കൽക്കരി, ഇരുമ്പ് എന്നിവ. കൽക്കരിയുടെയും ഇരുമ്പിൻ്റെയും നിക്ഷേപം കൊണ്ട് സമ്പന്നമായ നാടായിരുന്നു ഇംഗ്ലണ്ട്. യന്ത്രങ്ങളുടെ നിർമ്മാണത്തോടെ ഇരുമ്പിൻ്റെ ആവശ്യം വർദ്ധിക്കുകയും ചെയ്തു. അപ്പം എല്ലാ സാഹചര്യങ്ങളും ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവത്തിന് അനുകൂലമായിരുന്നു. വ്യാവസായിക വിപ്ലവത്തോടു കൂടി നിരവധി തൊഴിലാളികൾക്ക് ഉപജീവനം നഷ്ടമായി. അതായത് ഒരുപാട് പേര് കൈത്തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നു. അപ്പം യന്ത്രങ്ങളുടെ വരവോടെ അവർക്കെല്ലാം എന്തായി, അവരുടെ എല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടു, ഉപജീവനമാർഗം നഷ്ടമായി. ഇത് ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഒരാൾ തന്നെ ചെയ്യുക എന്നതായിരുന്നു കൈവേലക്കാരുടെയും കരകൗശല വിദഗ്ധരുടെയും തൊഴിൽ രീതി. ലങ്കാഷെയറിലെ പരുത്തി നെയ്ത്തുകാർ തങ്ങളുടെ ഉപജീവനം ഇല്ലാതാക്കിയത് കൊണ്ട്
യന്ത്രങ്ങൾ ഇല്ലാതാക്കിയത് യന്ത്രങ്ങളാണെന്ന് വിശ്വസിക്കുകയും യന്ത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പം ഈ കൈത്തൊഴിൽ യന്ത്രങ്ങൾ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഓരോ ഉൽപ്പന്നത്തിൻ്റെയും നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഒരാൾ തന്നെയാണ് ചെയ്തിരുന്നത്. കൈവേലക്കാരുടെയും കരകൗശല വിദഗ്ധരുടെയും തൊഴിൽ രീതി അതായിരുന്നു. അപ്പോൾ ലങ്കാഷെയറിലെ പരുത്തി നെയ്ത്തുകാർ തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിയത് യന്ത്രങ്ങളാണെന്ന് വിശ്വസിക്കുകയും യന്ത്രങ്ങൾ അവർ നശിപ്പിക്കുകയും ചെയ്തു. ലെസ്റ്റർഷർ, ഡാർബർഷെയർ എന്നീ സ്ഥലങ്ങളിൽ നോട്ടിംഗ്ഹാമിലെ കമ്പിളി നെയ്ത്തു വ്യവസായത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, യന്ത്രങ്ങളുടെ വരവോടെ നിരവധി പേർക്ക് ഉപജീവനം നഷ്ടമായി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തത്. പാവപ്പെട്ടവരുടെ പ്രധാന ആഹാരമായിരുന്ന റൊട്ടിയുടെ വില വർധനയിൽ പ്രതിഷേധിച്ച് 1790കളിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണ് റൊട്ടി ലഹളകൾ അഥവാ ഭക്ഷ്യലഹളകൾ. 1840 ഭക്ഷ്യലഹളകൾ അവസാനിച്ചു. അപ്പോൾ പാവപ്പെട്ടവരുടെ പ്രധാന ആഹാരമായിരുന്ന റൊട്ടിയുടെ വില വർധനയിൽ പ്രതിഷേധിച്ച് 1790കളിൽ നടന്ന ലഹളയാണ് റൊട്ടി ലഹള അഥവാ ഭക്ഷ്യലഹള. ഈ റൊട്ടി ലഹള 1840 ആയപ്പോഴത്തേക്കും അവസാനിച്ചു. ധാന്യങ്ങളുടെ ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന് പാസാക്കിയ നിയമമാണ് ധാന്യ നിയമം. അപ്പോൾ ധാന്യങ്ങളുടെ ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന് പാസാക്കിയ നിയമമാണ് ധാന്യ നിയമം. ഇതെല്ലാം നടക്കുന്നത് വ്യാവസായിക വിപ്ലവത്തോടു കൂടിയാണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായാണ് ഇതെല്ലാം ഇംഗ്ലണ്ടിൽ നടന്നത്. ഇന്ത്യ, തെക്കേ അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്തിരുന്നു. വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇംഗ്ലണ്ട്. ഫാക്ടറി സമ്പ്രദായത്തിൽ ഒരു വസ്തുവിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകം തൊഴിലാളികൾ നിയോഗിക്കപ്പെട്ടിരുന്നു. തുടർച്ചയായി പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും വരാതെ തൊഴിലാളികളെ ലഭ്യമാക്കാൻ നിലവിൽ വന്ന സമ്പ്രദായമാണ് ഷിഫ്റ്റ് സമ്പ്രദായം. അപ്പോൾ ഈ വ്യാവസായിക വിപ്ലവത്തോടു കൂടി ഇന്ത്യ, തെക്കേ അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരുന്നു. വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇംഗ്ലണ്ട്. ഫാക്ടറി സമ്പ്രദായത്തിൽ ഒരു വസ്തുവിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകം തൊഴിലാളികൾ നിയോഗിക്കപ്പെട്ടിരുന്നു. അപ്പം വ്യാവസായിക വിപ്ലവത്തിന് മുമ്പാണെങ്കിലും എല്ലാവരും വീട്ടിലാണ് ജോലി ചെയ്തിരുന്നത്. അതും അവർ എല്ലാ പ്രവർത്തനങ്ങളും ഒരാൾ തന്നെയാണ് ചെയ്തിരുന്നത്. അതിന് ഒരുപാട് സമയവും എടുക്കുമായിരുന്നു. ഒരു ഉൽപ്പാദനം ഉണ്ടാക്കാൻ ഒരുപാട് സമയവും എടുക്കുമായിരുന്നു. ഒരേ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായശാലകൾ ചേർന്നുണ്ടാക്കിയ കൂട്ടുകെട്ടുകൾ ട്രസ്റ്റുകൾ, കാർട്ടലുകൾ, സിൻഡിക്കേറ്റുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. വൻ മുതൽ മുടക്ക് ആവശ്യമായിരുന്ന തൊഴിൽ മേഖലയാണ് റെയിൽവേ, കപ്പൽ ഗതാഗതം എന്നിവ. ലോകത്തിലാദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചതും അത് വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മതിയാകാതെ വന്നതും വ്യവസായി രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. അപ്പോൾ ഒരേ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായികൾ ചേർന്നുണ്ടാക്കിയ കൂട്ടുകെട്ടുകൾ ട്രസ്റ്റുകൾ, കാർട്ടലുകൾ, സിൻഡിക്കേറ്റുകൾ എന്നിങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. വൻ മുതൽമുടക്ക് ആവശ്യമായിരുന്ന തൊഴിൽ മേഖലകളാണ് റെയിൽവേ, കപ്പൽ ഗതാഗതം എന്നിവ. ലോകത്തിലാദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചതും അത് വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മതിയാകാതെ വന്നതും വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജോൺ മാക്കഡം ഉപരിതലം ഉറപ്പുള്ള കഷണങ്ങളും ചെളിയും ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിച്ചു. അപ്പം 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആരാണ്? ജോൺ മാക്കഡമാണ് ഉപരിതലം ഉറപ്പുള്ള കഷണങ്ങളും ചെളിയും ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിച്ചത്. പുതിയ കനാലുകളുടെ നിർമ്മാണവും ആവിക്കപ്പലുകളും ഗതാഗതം സുഗമമാക്കി. ജെയിംസ് ബ്രിൻഡ്ലി നിർമ്മിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് കനാലാണ് വേഴ്സ്ലി കനാൽ. അപ്പം ജെയിംസ് ബ്രിൻഡ്ലി നിർമ്മിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് കനാലാണ് വേഴ്സ്ലി കനാൽ. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മാഞ്ചസ്റ്ററിന് അടുത്തുള്ള വേഴ്സ്ലിയിലെ കൽക്കരി പാടങ്ങളിൽ നിന്നുള്ള കൽക്കരി
ആ നഗരങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അപ്പം 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജോൺ മാക്കഡമാണ് ഉപരിതലം ഉറപ്പുള്ള കഷണങ്ങളും ചെളിയും ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിച്ചത്. പുതിയ കനാലുകളുടെ നിർമ്മാണവും ആവിക്കപ്പലുകളും ഗതാഗതം സുഗമമാക്കി. ജെയിംസ് ബ്രിൻലി നിർമ്മിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് കനാലാണ് വാഴ്സലി കനാൽ. ഇതിൻ്റെ ലക്ഷ്യം മാഞ്ചസ്റ്ററിന് അടുത്തുള്ള വാഴ്സലിയിലെ കൽക്കരി പാടങ്ങളിൽ നിന്നുള്ള കൽക്കരി ആ നഗരങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇതെല്ലാം എന്ത് കാരണമായുണ്ടായത്? വ്യാവസായിക വിപ്ലവത്തോടു കൂടിയാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. 1788 മുതൽ 1796 വരെയുള്ള കാലഘട്ടം കനാൽ മാനിയ എന്ന് അറിയപ്പെടുന്നു. വസ്ത്രനിർമ്മാണ രംഗത്ത് ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രമാണ് ഫ്ലൈയിങ് ഷട്ടിൽ. ഇത് നിർമ്മാണ രംഗത്ത് നെയ്ത്ത് ജോലികൾ എളുപ്പമാക്കിയിരുന്നു. ഇതോടെ ജോലി എളുപ്പമായി തുണിയുടെ ഉൽപ്പാദനം ഇരട്ടി വർദ്ധിച്ചു. ഇതോടെ കട്ടിയുള്ള നൂലിനെ നിർമ്മിക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചു. ഇത് സ്പിന്നിങ് ജെന്നി എന്നറിയപ്പെടുന്നു. അപ്പോൾ 1788 മുതൽ 1796 വരെയുള്ള കാലഘട്ടം കനാൽ മാനിയ എന്നാണ് അറിയപ്പെടുന്നത്. വസ്ത്രനിർമ്മാണ രംഗത്ത് ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രമാണ് ഫ്ലൈയിങ് ഷട്ടിൽ. അപ്പോൾ ഏത് യന്ത്രമാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? ഫ്ലൈയിങ് ഷട്ടിലാണ്. ഇത് നിർമ്മാണ രംഗത്ത് നെയ്ത്ത് ജോലികൾ എളുപ്പമാക്കി. ഇതോടെ ജോലി എളുപ്പമായി തുണിയുടെ ഉൽപ്പാദനം ഇരട്ടി വർദ്ധിക്കുകയും ചെയ്തു. ഇതോടെ കട്ടിയുള്ള നൂലിനെ നിർമ്മിക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചു. ഇതാണ് സ്പിന്നിങ് ജെന്നി. അപ്പോൾ സ്പിന്നിങ് ജെന്നി കട്ടിയുള്ള നൂലിനെ നിർമ്മിക്കാൻ കഴിയുന്ന യന്ത്രമാണ്. ഒരേ സമയം പത്തിഴ നൂല് നൂൽക്കുന്ന യന്ത്രമാണ് സ്പിന്നിങ് ജെന്നി. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. പറക്കുന്ന ഓടം അല്ലെങ്കിൽ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് ആണ്. ജീൻ എന്ന് പറഞ്ഞാൽ പരുത്തിയിൽ നിന്നും കുരുവും പഞ്ഞിയും വേർതിരിക്കുന്ന യന്ത്രം. ഇത് കണ്ടുപിടിച്ചത് എലി വിറ്റ്നിയാണ്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന കണ്ടുപിടുത്തം ആവി യന്ത്രമാണ്. അപ്പം ഒരേ സമയം പത്തിഴ നൂല് നൂൽക്കുന്ന യന്ത്രമാണ് സ്പിന്നിങ് ജെന്നി. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. പറക്കുന്ന ഓടം അല്ലെങ്കിൽ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് ആണ്. ജീൻ എന്ന് പറഞ്ഞാൽ പരുത്തിയിൽ നിന്നും കുരുവും പഞ്ഞിയും വേർതിരിച്ചെടുക്കുന്ന യന്ത്രമാണ്. ഇത് കണ്ടുപിടിച്ചത് എലി വിറ്റ്നിയാണ്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന കണ്ടുപിടുത്തമാണ് ആവിയന്ത്രം. ആവിയന്ത്രം ന്യൂകോമൺ ഹനിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. 1769 ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. 1809 മുന്നോട്ടും പിന്നോട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ആവിയന്ത്രം കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചതും ജെയിംസ് വാട്ട് തന്നെയാണ്. ആവിയന്ത്രം കൊണ്ട് നെയ്ത്ത് യന്ത്രത്തെ ചലിപ്പിക്കുന്ന തന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് തന്നെയാണ്. ആവിയന്ത്രം ഘടിപ്പിച്ച ബോട്ട് കണ്ടുപിടിച്ചത് ഫുൾട്ടനാണ്. അപ്പം ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. അത് 1769 കണ്ടുപിടിച്ചത്. 1869 ആയപ്പോഴും മുന്നോട്ടും പിന്നോട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ആവിയന്ത്രം കണ്ടുപിടിച്ചു. ആവിയന്ത്രം കൊണ്ട് നെയ്ത്ത് യന്ത്രത്തെ ചലിപ്പിക്കുന്ന തന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. ആവിയന്ത്രം ഘടിപ്പിച്ച ബോട്ട് കണ്ടുപിടിച്ചത് ഫുൾട്ടനാണ്. അപ്പോൾ ആവിയന്ത്രം എന്തിനാണ് കണ്ടുപിടിച്ചത്? ന്യൂകോമൺ ഹനിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് സാമുവൽ ക്രോംപ്ടൺ. 1779 പവർലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്. 1787 അത് കണ്ടുപിടിച്ചത്. പഫിംഗ് ടേബിൾ കണ്ടുപിടിച്ചത് റിച്ചാർഡ് ട്രെവിത്തിക്. 1801 ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ. 1814 വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ആർക്ക്റൈറ്റ് ആണ്. അപ്പം സ്പിന്നിങ് മൂള് കണ്ടുപിടിച്ചത് സാമുവൽ ക്രോംപ്ടൺ. 1779 കണ്ടുപിടിച്ചത്. പവർലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. 1787 കണ്ടുപിടിച്ചത്. പഫിംഗ് ടേബിൾ കണ്ടുപിടിച്ചത് റിച്ചാർഡ് ട്രെവിത്തിക്. 1801 കണ്ടുപിടിച്ചത്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ. 1814 വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ആർക്ക്റൈറ്റ് ആണ്. സേഫ്റ്റി ലാമ്പ് കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. 1815 കമ്പിത്തപാൽ കണ്ടുപിടിച്ചത് സാമുവൽ മോഴ്സ്. 1837 തീവണ്ടി കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ. ടെലിഫോൺ കണ്ടുപിടിച്ചത് ഗ്രഹാം ബെൽ. അപ്പോൾ സേഫ്റ്റി ലാമ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവി. 1815 കമ്പിത്തപാൽ കണ്ടുപിടിച്ചത് സാമുവൽ മോഴ്സ്. 1837 തീവണ്ടി കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ. ടെലിഫോൺ കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി.
റെയിൽവേ വികസനത്തിലെ 2 ഘട്ടങ്ങളാണ് ലിറ്റിൽ റെയിൽവേ മാനിയയും ബിഗർ മാനിയയും. ഗതാഗത രംഗത്തെ വൻ കുതിച്ചുചാട്ടത്തിന് ഇടയാക്കിയ കണ്ടുപിടുത്തങ്ങളാണ് ഇരുമ്പ് കൊണ്ടുള്ള റെയിൽവേ പാതയും ആവി എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന തീവണ്ടിയും. ജോർജ് സ്റ്റീഫൻസൺ കണ്ടുപിടിച്ച ആവി എഞ്ചിൻ ഉപയോഗിച്ച് കൊണ്ടുള്ള ആദ്യ തീവണ്ടി ഓടിച്ചത് 1830-ൽ ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്കാണ്. ജോർജ് സ്റ്റീഫൻസൺ കണ്ടുപിടിച്ച തീവണ്ടി എഞ്ചിനാണ് ദി ബ്ലച്ചർ. കമ്പിത്തപാലിൻ്റെ കണ്ടുപിടുത്തം വാർത്താവിനിമയ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ റെയിൽവേ വികസനത്തിലെ 2 ഘട്ടങ്ങളാണ് ലിറ്റിൽ റെയിൽവേ മാനിയയും ബിഗർ മാനിയയും. ഗതാഗത രംഗത്തെ വൻ കുതിച്ചുചാട്ടത്തിന് ഇടയാക്കിയ കണ്ടുപിടുത്തമാണ് ഇരുമ്പ് കൊണ്ടുള്ള റെയിൽവേ പാതയും ആവി എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന തീവണ്ടിയും. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ തീവണ്ടി ഓടിച്ചത് 1830-ൽ ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്കാണ്. ജോർജ് സ്റ്റീഫൻസൺ കണ്ടുപിടിച്ച തീവണ്ടി എഞ്ചിൻ ഏതാണ്? ദി ബ്ലച്ചർ ആണ്. കമ്പിത്തപാലിൻ്റെ കണ്ടുപിടുത്തം വാർത്താവിനിമയ രംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. യോർക്ക്ഷയറിൽ ചെമ്മരിയാടുകളുടെ രോമം മുറിച്ചെടുക്കുന്നതിനായി കൊണ്ടുവന്ന യന്ത്രങ്ങളാണ് ഷിയറിംഗ് ഫ്രെയിംസ്. അപ്പം യോർക്ക്ഷയറിൽ ചെമ്മരിയാടുകളുടെ രോമം മുറിച്ചെടുക്കുന്നതിന്, അതായത് കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന യന്ത്രങ്ങളാണ് ഷിയറിംഗ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതാണ് ഷിയറിംഗ് ഫ്രെയിംസ്. പുറംതോടിൽ നിന്നും ധാന്യങ്ങൾ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിച്ച യന്ത്രങ്ങളാണ് മെതിയന്ത്രങ്ങൾ. അപ്പം മെതിയന്ത്രങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ മെതിയന്ത്രങ്ങൾ തകർത്തതിനെ തുടർന്ന് 480 പേരെ കുറ്റവാളിയായി വിധിച്ച് ഓസ്ട്രേലിയയിലേക്ക് നാടുകടത്തി. അതിൽ 9 പേരെ തൂക്കിലും ഏറ്റി. 1851-ൽ വിക്ടോറിയ രാജ്ഞി ലണ്ടനിൽ വ്യവസായ പ്രദർശനം സംഘടിപ്പിച്ചു. ബർമിംഗ്ഹാമിൽ നിർമ്മിച്ച ഇരുമ്പു തൂണുകളിൽ ഘടിപ്പിച്ച ഗ്ലാസ് പാളികൾ കൊണ്ടുള്ള ലണ്ടനിലെ സ്ഫടിക കൊട്ടാരത്തിലെ ഹൈഡേ പാർക്കിലാണ് ഈ പ്രദർശനം നടത്തിയത്. ലോകത്തിലെ വിവിധ സ്ഥലത്തുള്ളവർ ഇത് കാണാനെത്തി. അപ്പം 1851-ൽ ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം അത് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയത്. അപ്പം അവിടെ കണ്ടുപിടിച്ച യന്ത്രങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് 1851-ൽ ഇംഗ്ലണ്ടിലെ പ്രദർശനം നടത്തിയത്? ഈ കണ്ടുപിടിച്ച യന്ത്രങ്ങളുടെ പ്രദർശനം വിക്ടോറിയ രാജ്ഞി നടത്തിയത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിലെ വിവിധ സ്ഥലത്തുള്ളവർ എത്തുകയും ചെയ്തിരുന്നു. മുതലാളിമാർ ഉയർന്നു വന്നപ്പോൾ മുതലാളിത്തവും അവർ തൊഴിലാളികളെ ചൂഷണം ചെയ്യാനും തുടങ്ങി. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ലാഭം മാത്രം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. കൂലിക്ക് തൊഴിലാളികളെ വയ്ക്കുകയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് മുതലാളിത്തത്തിൻ്റെ സവിശേഷത. അപ്പം മുതലാളിമാർ ഒന്നും ചെയ്യൂല, അവർ കൂലിക്ക് തൊഴിലാളികളെ വെച്ചാണ് ഈ ജോലികളെല്ലാം ചെയ്തിരുന്നത്. അവർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നു. പീറ്റർലൂ കൂട്ടക്കൊല. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഉയർന്നു വന്ന തൊഴിലാളി പ്രക്ഷോഭമാണ് പീറ്റർലൂ എന്ന് പറയുന്നത്. ഇത് നടന്നത് 1819-ലാണ്. നടന്ന സ്ഥലം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിലാണ്. വ്യവസായശാലകളിൽ തൊഴിൽ സമയം 18 മണിക്കൂറായിരുന്നു. നാമമാത്രമായ കൂലിയാണ് ഇവർക്ക് നൽകിയിരുന്നത്. ജോലിയിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ ഇതിന് പിഴ ചുമത്തുന്ന വ്യവസായികൾക്കെതിരെ തൊഴിലാളികൾ സംഘടിച്ചിരുന്നു. അപ്പോൾ പീറ്റർലൂ കൂട്ടക്കൊല എന്ന് പറയുന്നത് വ്യവസായിക വിപ്ലവത്തെ തുടർന്ന് ഉയർന്നു വന്ന തൊഴിലാളി പ്രക്ഷോഭമാണ് പീറ്റർലൂ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഇത് 1819-ലാണ് നടന്നത്. ഇത് നടന്നത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിലാണ്. അപ്പോൾ വ്യവസായശാലകളിലെ തൊഴിൽ സമയം എത്ര മണിക്കൂറാണ്? 18 മണിക്കൂറായിരുന്നു. പക്ഷേ അവർക്ക് നാമമാത്രമായ കൂലിയാണ് നൽകിയിരുന്നത്. ജോലിയിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അതിനും പിഴ ചുമത്തിയിരുന്നു. അപ്പം ഇത്രത്തോളം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാർക്കെതിരെ അല്ലെങ്കിൽ വ്യവസായങ്ങൾക്കെതിരെ തൊഴിലാളികൾ സംഘടിച്ചു. ഇങ്ങനെ ഉയർന്നു വന്ന 2 തൊഴിലാളി പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനവും ലൂഡൈറ്റ് പ്രസ്ഥാനവും. ജനാധിപത്യപരമായ ഭരണം വന്നാൽ മാത്രമേ തൊഴിലാളികളുടെ ആവശ്യം നടക്കൂവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. 1836-ൽ വില്യം ലോവറ്റിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ലണ്ടൻ വർക്കിംഗ് മെൻ അസോസിയേഷൻ. ഇവർ 6 ആവശ്യങ്ങളടങ്ങിയ നിവേദനം പാർലമെൻറ്റിന് സമർപ്പിച്ചിരുന്നു. അതിൽ 30 ലക്ഷം പേരുടെ ഒപ്പ് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഈ നിവേദനം പാർലമെൻറ്റിന് സമർപ്പിച്ചത്. അപ്പോൾ വ്യവസായങ്ങളുടെ അല്ലെങ്കിൽ മുതലാളിമാരുടെ ചൂഷണത്തെ തുടർന്ന്
ഉയർന്നു വന്ന രണ്ട് പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനവും ലൂഡൈറ്റ് പ്രസ്ഥാനവും. തൊഴിലാളികൾ വിശ്വസിച്ചിരുന്നത് ജനാധിപത്യപരമായ ഭരണം വന്നാൽ മാത്രമേ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നടക്കുകൂ എന്നാണ്. അങ്ങനെ 1836 വില്യം ലോബറ്റിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ലണ്ടൻ വർക്കിംഗ് മെൻ അസോസിയേഷൻ. ഇവർ 6 ആവശ്യങ്ങളടങ്ങിയ നിവേദനം പാർലമെൻറ്റിൽ സമർപ്പിച്ചിരുന്നു. ഇത് 30 ലക്ഷം പേരുടെ ഒപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ നിവേദനം പാർലമെൻറ്റിന് സമർപ്പിച്ചത്. നമുക്ക് അതിൽ അവർ രേഖപ്പെടുത്തിയ ഏതാനും ആവശ്യങ്ങൾ നോക്കാം. 1. 21 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം. 2. പാർലമെൻറ്റ് അംഗമാകാൻ സ്വത്തവകാശം വേണമെന്ന നിബന്ധന എടുത്തു കളയുക. ഇവിടെ ഒരു നിയമമുണ്ടായിരുന്നു. പാർലമെൻറ്റ് ആകണമെങ്കിൽ അവിടെ സ്വത്തവകാശം വേണമായിരുന്നു. 3. രഹസ്യ ബാലറ്റ് സമ്പ്രദായം കൊണ്ടുവരിക. 4. വർഷത്തിലൊരിക്കൽ പാർലമെൻറ്റ് സംഘടിക്കുക. അപ്പം ഈ ആവശ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പാർലമെൻറ്റിന് അവർ സമർപ്പിച്ചത്. എന്നാൽ ഇത് പാർലമെൻറ്റ് തള്ളിക്കളയുകയാണ് ചെയ്തത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. യന്ത്രങ്ങളെ മുതലാളിമാരുടെ പ്രതീകമായി കണ്ടു യന്ത്രങ്ങൾക്കെതിരെയുള്ള ആദ്യ സംഘടനാ പ്രസ്ഥാനമാണ് ലൂഡൈറ്റ് പ്രസ്ഥാനം. വ്യവസായവൽക്കരണത്തിനെതിരെയായിരുന്നു ഈ ലൂഡൈറ്റ് പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മുതലാളിത്ത സിദ്ധാന്തം. മുതലാളിത്ത സിദ്ധാന്തമാണ് ലൈസസ് ഫെയർ സിദ്ധാന്തം. വ്യാവസായിക വിപ്ലവകാലത്തെ ചിന്തകന്മാരുടെ സിദ്ധാന്തങ്ങൾക്ക് ലൈസസ് ഫെയർ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. പരസ്പരം മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ കഴിവുള്ളവർ വിജയിക്കുമെന്നും അല്ലാത്തവർ പരാജയപ്പെടുമെന്നും വിശ്വസിച്ച ചിന്താഗതിയാണ് ലൈസസ് ഫെയർ. മുതലാളിമാരുടെ താൽപര്യത്തിനനുസരിച്ച് സർക്കാർ ഇടപെടാതിരിക്കൽ നയമാണ് ലൈസസ് ഫെയർ. ഇടപെടാതിരിക്കൽ നയം എന്ന് അറിയപ്പെടുന്നത് ലൈസസ് ഫെയർ ആണ്. ഇതിൻ്റെ വക്താക്കൾ ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, ജെ.എസ്. മിൽ, ആൽഫ്രഡ് മാത്യൂസ് എന്നിവരാണ്. ഇപ്പോൾ മുതലാളിമാരുടെ താൽപര്യത്തിനനുസരിച്ച് സർക്കാർ ഇടപെടാതിരിക്കൽ നയം എന്നാണ് ലൈസസ് ഫെയർ അറിയപ്പെടുന്നത്. ഇത് ഇടപെടാതിരിക്കൽ നയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വക്താക്കളാണ് ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, ജെ.എസ്. മില്ലർ, ആൽഫ്രഡ് മാത്യൂസ് എന്നിവർ. ആഡം സ്മിത്തിൻ്റെ ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതിയിലൂടെയാണ് ലൈസസ് ഫെയർ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചത്. ലാഭകരമായ പ്രവൃത്തികൾ മാത്രം നിലനിൽക്കുന്ന നഷ്ടം വരുത്തുന്നവ താനേ ഇല്ലാതായിക്കൊള്ളുമെന്ന് ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, മാത്യൂസ്, ജെ.എസ്. മിൽ എന്നിവർ അഭിപ്രായപ്പെട്ടു. അപ്പം ഇവരുടെ അഭിപ്രായം എന്താണ്? ലാഭകരമായ പ്രവൃത്തികൾ മാത്രം നിലനിൽക്കുമെന്നും നഷ്ടം വരുത്തുന്നവ താനേ ഇല്ലാതായിക്കൊള്ളുമെന്നാണ് ഇവരുടെ ഒരു അഭിപ്രായം. വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന ചിന്തകർ വ്യാവസായിക വിപ്ലവകാലത്ത് ഉടലെടുത്തിരുന്നു. അപ്പം വ്യാവസായികമായ വിപ്ലവത്തെ മാത്രമല്ല വ്യക്തികളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അക്കാലത്ത് വാദിക്കാൻ ചിന്തകന്മാർ ഉണ്ടായിരുന്നു. ബ്രിട്ടൻ്റെ വ്യവസായങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച ചരിത്രകാരനാണ് എം.ഇ. മസൺ. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതിയിലൂടെയാണ് ലൈസസ് ഫെയർ എന്ന സിദ്ധാന്തം പ്രസിദ്ധീകരിക്കുന്നത്. അതൊന്ന് ഓർത്തുവയ്ക്കുക. ജവഹർലാൽ നെഹ്റു തൻ്റെ ചരിത്രാവലോകനം എന്ന പുസ്തകത്തിൽ വ്യവസായ വിപ്ലവത്തെ തുടർന്ന് സമൂഹത്തിൽ ഉടലെടുത്ത അസമത്വത്തെക്കുറിച്ച് വിവരിക്കുന്നു. അപ്പം വ്യവസായ വിപ്ലവത്തെ തുടർന്ന് ഉടലെടുത്ത സാമൂഹിക അസമത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് വിശ്വചരിത്ര അവലോകനം. 1850, 1914 കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ വ്യവസായ വിപ്ലവം സംഭവിച്ചത് എന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട്. അപ്പം എല്ലാവരും കരുതുന്നത് എന്താണ്? 1850-നും 1914-നും ഇടയിലാണ് വ്യവസായിക വിപ്ലവം സംഭവിച്ചത് എന്നാണ്. വലിയ അളവിൽ മുൻകാല മാറ്റങ്ങളെക്കാൾ വളരെ വ്യാപകമായും ആഴത്തിലും മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും മാറ്റിയെടുക്കുന്നതായിരുന്നു ഈ കാലയളവിലെ മാറ്റങ്ങൾ. അപ്പം ഇതിങ്ങനെ പറയാൻ കാരണം വലിയ അളവിൽ മുൻകാല മാറ്റങ്ങളെക്കാൾ വളരെ വ്യാപകമായും ആഴത്തിലും മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും മാറ്റിയെടുക്കുന്നതായിരുന്നു ഈ കാലയളവിലെ മാറ്റങ്ങൾ. അപ്പം ഇത് അഭിപ്രായപ്പെട്ടത് എം.ഇ. മസൺ ആണ്. വ്യാവസായിക വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമയാണ് മോഡേൺ ടൈംസ്. വിപ്ലവത്തിൻ്റെ മാനുഷിക ഭീകരതകൾ വരച്ചു കാട്ടുന്ന ചാൾസ് ഡിക്കൻസിൻ്റെ നോവലാണ് ഹാർഡ് ടൈംസ്. ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ്, ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന നോവലുകളിൽ വ്യാവസായിക വിപ്ലവാനന്തരം സമൂഹത്തിലെ തൊഴിലാളികളുടെയും കുട്ടികളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും തന്മയത്വത്തോടെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭീകരതയെ വരച്ചു കാട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ചാർലി ചാപ്ലിൻ്റെ സിനിമയാണ് മോഡേൺ ടൈംസ്. ചാൾസ് ഡിക്കൻസിൻ്റെ നോവലാണ് ഹാർഡ് ടൈംസ്. ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ്, ഡേവിഡ് കോപ്പർഫീൽഡ് എന്നീ നോവലുകളിലും
ഇതെല്ലാം ഈ സമൂഹത്തിലെ തൊഴിലാളികളും കുട്ടികളും അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ നന്നായി തന്നെ വിവരിക്കുന്നുണ്ട്. നിയമങ്ങളിലൂടെ പരിഷ്കാരങ്ങൾ. അപ്പോൾ ഈ വ്യവസായ വിപ്ലവാനന്തരം ഒരുപാട് കഷ്ടപ്പാടുകൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും ഉണ്ടായി. ഇതെല്ലാം തന്നെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നിരവധി നിയമങ്ങൾ ആവിഷ്കരിച്ചു. നമ്മൾ ആ നിയമത്തെക്കുറിച്ചാണ് നോക്കുന്നത്. 1819 ഫാക്ടറികളിൽ 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടു. കോട്ടൺ മിൽസ് ആൻഡ് ഫാക്ടറീസ് ആക്ട് പാസ്സാക്കിയ വർഷം 1819 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പട്ടു ഫാക്ടറികളിൽ മാത്രം പണിയെടുപ്പിക്കുവാൻ അനുവാദം നൽകിക്കൊണ്ട് 1833 നിയമം പാസ്സാക്കി. സ്ത്രീകളുടെയും യുവാക്കളുടെയും തൊഴിൽ സമയം പരിമിതപ്പെടുത്തുകയും 13 മുതൽ 18 വയസ്സ് പ്രായമായ പുരുഷന്മാരായ തൊഴിലാളികളുടെ ജോലി സമയം ദിവസത്തിൽ 10 മണിക്കൂറായി നിജപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് 1847 പാസ്സാക്കിയ നിയമമാണ് 10 അവേഴ്സ് ബിൽ. 1819 ഫാക്ടറികളിൽ 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടു. കോട്ടൺ മിൽസ് ആൻഡ് ഫാക്ടറീസ് ആക്ട് പാസ്സാക്കിയ വർഷം 1819 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പട്ടു ഫാക്ടറികളിൽ മാത്രം പണിയെടുപ്പിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് 1833 നിയമം പാസ്സാക്കി. സ്ത്രീകളുടെയും യുവാക്കളുടെയും തൊഴിൽ സമയം പരിമിതപ്പെടുത്തുകയും 13 മുതൽ 18 വയസ്സ് പ്രായമുള്ള പുരുഷന്മാരായ തൊഴിലാളികളുടെ ജോലി സമയം ദിവസത്തിൽ 10 മണിക്കൂറായി നിജപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് 1847 പാസ്സാക്കിയ നിയമമാണ് 10 അവേഴ്സ് ബിൽ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും ഖനിയുടെ ഉൾഭാഗത്ത് പണിയെടുക്കാൻ നിരോധിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മൈൻസ് ആൻഡ് കോലിയറീസ് ആക്ട് 1842. 18 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒരു ദിവസം 10 മണിക്കൂറിൽ കൂടുതൽ പണിയെടുപ്പിക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് പാസ്സാക്കിയ നിയമമാണ് ഫീൽഡേഴ്സ് ഫാക്ടറി നിയമം. അപ്പം എന്താണ് മൈൻസ് ആൻഡ് കോലിയറീസ് ആക്ട് 1842? 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും ഖനിയുടെ ഉൾഭാഗത്ത് പണിയെടുക്കാൻ നിരോധിച്ചുകൊണ്ടുള്ള നിലവിൽ വന്ന നിയമമാണ് ഫീൽഡേഴ്സ് ഫാക്ടറി നിയമം. 1847 എന്താണ്? 18 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒരു ദിവസം 10 മണിക്കൂറിൽ കൂടുതൽ പണിയെടുപ്പിക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള നിയമമാണ്. ഗിൽഡുകൾ. വിവിധ തൊഴിൽ മേഖലകളിലെ വിദഗ്ധരുടെ സംഘങ്ങൾ ഗിൽഡുകൾ എന്നറിയപ്പെടുന്നു. വ്യാപാര ഗിൽഡുകൾ, കരകൗശല ഗിൽഡുകൾ എന്നിങ്ങനെ 2 തരം ഗിൽഡുകൾ നിലനിന്നിരുന്നു. മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളുടെയും മറ്റ് വിദഗ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളാണ് കരകൗശല ഗിൽഡുകൾ. ഗിൽഡുകളുടെ രൂപീകരണത്തിൽ നയിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിൽ ഉണ്ടായ വ്യാപാരത്തിൻ്റെ വളർച്ച. 2. പ്രത്യേകം തൊഴിൽ മേഖലയുടെ രൂപീകരണം. 3. പട്ടണത്തിൻ്റെ ഉയർന്ന നികുതിയും ചൂഷണത്തിന് എതിരെ നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകത. 4. സംഘടനാബോധം. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. ഗിൽഡുകളുടെ ലക്ഷ്യങ്ങൾ: പരസ്പരം സഹായവും സഹകരണവും വളർത്തുക. 2. കമ്പോള കുത്തക നിലനിർത്തുക. 3. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ഗിൽഡുകളുടെ ചുമതലകൾ: തൊഴിൽ നിയമം രൂപീകരിക്കാൻ. 2. അധ്വാന വിഭജനത്തിന്. 3. ഉൽപ്പന്നത്തിൻ്റെ നിലവാരം നിലനിർത്തൽ. 4. ഉൽപ്പന്ന രീതി തീരുമാനിക്കൽ. 5. വില നിർണ്ണയം. 6. അധ്വാന സമയം നിശ്ചയിക്കൽ. അപ്പോൾ എന്തെല്ലാമാണ് ഗിൽഡുകളുടെ ചുമതല? 1. തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കാൻ. പിന്നെ അധ്വാന വിഭജനം. 3. ഉൽപ്പന്നത്തിൻ്റെ നിലവാരം നിലനിർത്താൻ. പിന്നെ വിൽപ്പന രീതി തീരുമാനിക്കൽ. പിന്നെ വില നിർണ്ണയം. പിന്നെ അധ്വാന സമയങ്ങൾ നിശ്ചയിക്കൽ. അപ്പോൾ ഇതെല്ലാമാണ് ഗിൽഡുകളുടെ ചുമതല. വ്യാവസായികവൽക്കരണം, ശാസ്ത്രീയ സാങ്കേതിക രംഗത്തെ വളർച്ച തുടങ്ങിയ ഘടകങ്ങൾ ഗിൽഡു സമ്പ്രദായത്തിൻ്റെ പതനത്തിന് കാരണമായി. അപ്പം വ്യാവസായിക വളർച്ചയും വ്യവസായവൽക്കരണവും ശാസ്ത്രീയ സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടവും എല്ലാം ഗിൽഡ് സമ്പ്രദായത്തിൻ്റെ പതനത്തിന് കാരണമായി. വ്യാപാര ഗിൽഡുകളുടെ വളർച്ച ലക്ഷ്യമാക്കി പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച സംഘങ്ങളാണ് നഗരാന്തര ലീഗുകൾ. അപ്പോൾ നഗരാന്തര ലീഗുകൾ എന്താണ്? വ്യാപാര ഗിൽഡുകളുടെ വളർച്ച ലക്ഷ്യമാക്കി പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച ലീഗുകളാണ്. യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്ന സംഘങ്ങളാണ് ഹാൻസിയാറ്റിക് ലീഗ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രയോജനവാദം എന്താണെന്നാണ്. പ്രയോജനവാദത്തിൻ്റെ വക്താവ് ജെർമി ബന്താമാണ്. ഇത് രാജ്യത്തിൻ്റെ നേട്ടങ്ങളെക്കാൾ വ്യക്തികളുടെ നേട്ടത്തിനാണ് പ്രാധാന്യം നൽകിയത്. അപ്പം വ്യക്തി നേട്ടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു
ഒരു സിദ്ധാന്തമാണ് പ്രയോജനവാദം. ഇതിൻ്റെ വക്താവ് ജെറമി ബന്താമാണ്. മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരെ ഉയർന്നുവന്ന ആശയമാണ് സോഷ്യലിസം. ഉൽപ്പാദനവും വിതരണവും പൊതു ഉടമയിലും നിയന്ത്രണത്തിലും കൊണ്ടുവരണമെന്ന അവസ്ഥയാണ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ റോബർട്ട് ഓവൻ, സെന്റ് സൈമൺ എന്നിവരാണ്. ഓരോ വ്യക്തികളും ജോലി ചെയ്യുകയും അതിൻ്റെ ഫലമായി ലഭിക്കുന്ന കൂട്ടുൽപ്പാദനം ഒരു സഹകരണ സംഘങ്ങൾ വഴി പങ്കിടുകയും ചെയ്യുന്ന രീതിയാണ് സോഷ്യലിസം രീതി എന്ന് പറയുന്നത്. അപ്പം മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരെ ഉയർന്നു വന്ന ആശയമാണ് സോഷ്യലിസം. ഉൽപ്പാദനവും വിതരണവും പൊതു ഉടമസ്ഥയിലും നിയന്ത്രണത്തിലും കൊണ്ടുവരണമെന്ന അവസ്ഥയാണ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ വക്താവ് റോബർട്ട് ഓവൻ, സെന്റ് സൈമൺ എന്നിവരാണ്. ഓരോ വ്യക്തികളും ജോലി ചെയ്യുകയും അതിൻ്റെ ഫലമായി ലഭിക്കുന്ന കൂട്ടുൽപ്പാദനം ഒരു സഹകരണ സംഘങ്ങൾ വഴി പങ്കിടുകയും ചെയ്യുന്ന രീതിയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഈ ഒരു ആശയത്തെ ഉട്ടോപ്യൻ സോഷ്യലിസം എന്നാണ് പറയുന്നത്. കാരണം ഇത് ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് സോഷ്യലിസത്തിൻ്റെ വക്താവ് ലൂയി ബ്ലാങ്ക്. ഇദ്ദേഹം പറഞ്ഞത് ഉൽപ്പാദനവും വിതരണവും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നാണ്. ഉൽപ്പാദനത്തിനുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സ്റ്റേറ്റ് വർക്ക്ഷോപ്പ് സ്ഥാപിക്കണമെന്നും പറഞ്ഞു. തൊഴിലാളികൾക്ക് തുല്യവേതനം നൽകണം. ലാഭത്തിൻ്റെ ഒരു പങ്ക് തൊഴിലാളികൾക്ക് നൽകണമെന്നും പറഞ്ഞു. ഇത് കൂട്ടുടമ സമ്പ്രദായമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സ്റ്റേറ്റ് സോഷ്യലിസത്തിൻ്റെ വക്താവാണ് ലൂയി ബ്ലാങ്കാണ്. ഇദ്ദേഹം പറഞ്ഞത് ഉൽപ്പാദനവും വിതരണവും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നാണ്. ഉൽപ്പാദനത്തിനുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സ്റ്റേറ്റ് വർക്ക്ഷോപ്പുകൾ സ്ഥാപിക്കണമെന്നും പറഞ്ഞു. തൊഴിലാളികൾക്ക് തുല്യ വേതനം നൽകണമെന്നും ലാഭത്തിൻ്റെ ഒരു പങ്ക് തൊഴിലാളികൾക്ക് നൽകണമെന്നും അഭിപ്രായപ്പെട്ടു. ഇതാണ് കൂട്ടുടമ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ വില്യം തോംസൺ, റോബർട്ട് ഓവൻ എന്നിവരാണ്. ഫ്രാൻസിലെ സോഷ്യലിസ്റ്റ് വക്താക്കൾ ലൂയി ബ്ലാങ്ക്, സെന്റ് സൈമൺ, ഹ്യൂറിയൻസ് പ്രൂത്തോൺ എന്നിവരാണ്. മൂലധനത്തെ ചൂഷണത്തിൽ നിന്നും വ്യക്തമാക്കണമെന്ന് വാദിച്ച സോഷ്യലിസ്റ്റാണ് പ്രൂത്തോൺ. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് കാരൽ മാർക്സ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ആശയമാണ് ശാസ്ത്രീയ സോഷ്യലിസം. അപ്പോൾ ഇംഗ്ലണ്ടിലെ സോഷ്യലിസത്തിൻ്റെ വക്താക്കളാണ് വില്യം തോംസൺ, റോബർട്ട് ഓവൻ എന്നിവർ. ഫ്രാൻസിലെ സോഷ്യലിസ്റ്റ് വക്താക്കളാണ് ലൂയി ബ്ലാങ്ക്, സെന്റ് സൈമൺ, ഫ്യൂറിയൻസ് പ്രൂത്തോൺ എന്നിവർ. മൂലധനത്തെ ചൂഷണത്തിൽ നിന്നും വ്യക്തമാക്കണമെന്ന് വാദിച്ച സോഷ്യലിസ്റ്റാണ് പ്രൂത്തോൺ എന്ന് പറയുന്നത്. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് കാരൽ മാർക്സ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ആശയമാണ് ശാസ്ത്രീയ സോഷ്യലിസം. കാരൽ മാർക്സിൻ്റെ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മൂലധന മിച്ചമൂല്യ സിദ്ധാന്തം എന്നിവ. ഇവർ പറഞ്ഞത് തൊഴിലാളികൾ സൃഷ്ടിക്കുന്ന മിച്ചമൂല്യം മുതലാളിമാർ കൈക്കലാക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ്. മനുഷ്യജീവിതത്തിലെ എല്ലാ പ്രക്രിയകളെയും അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്നത് സാമ്പത്തികപരമായ പ്രവർത്തനമാണ്. ചരിത്രത്തിലെ എല്ലാ സംഭവത്തിൻ്റെയും കാരണം വർഗസമരമാണ്. രണ്ട് വിഭിന്ന വർഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഇതിൽ മുതലാളിത്ത വ്യവസ്ഥ നശിക്കുമെന്നും പുതിയ വ്യവസ്ഥ നിലവിൽ വരുമെന്നും പറഞ്ഞു. വർഗവിവേചന രഹിത വ്യവസ്ഥ വളർന്നു വരുമ്പോൾ സ്റ്റേറ്റ് അപ്രത്യക്ഷമാകും. മിച്ചമൂല്യം. മൂലധനം കൊണ്ട് മാത്രം ലാഭം ഉണ്ടാകില്ല. അതിൽ മനുഷ്യൻ്റെ അധ്വാനവും പ്രയത്നവും കൂടി ഉണ്ടാകുമ്പോഴാണ് ലാഭം ഉണ്ടാവുകയുള്ളൂ. തൊഴിലാളിയാണ് മുതലാളിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത്. തൊഴിലാളികളുടെ പ്രയത്നത്തിൽ നിന്നും അധികമായി ലഭിക്കുന്ന ധനമാണ് മിച്ചമൂല്യം. ഇത് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത് മുതലാളി എടുക്കുമ്പോഴാണ് ചൂഷണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം തന്നെ വ്യാവസായിക വിപ്ലവാനന്തരം മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഉയർന്നു വന്നതും ഇത്തരം ചിന്തകർ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതും. അവരുടെ അഭിപ്രായത്തിൽ തൊഴിലാളികളുടെ പ്രയത്നത്തിൽ നിന്നാണ് അധികമായി ലഭിക്കുന്ന ധനമാണ് മിച്ചമൂല്യം. ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ്? തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ്. അത് മുതലാളിമാർ കൈയടക്കുമ്പോഴാണ് ചൂഷണമാകുന്നത് എന്നാണ്. വ്യാവസായിക വിപ്ലവത്തിനുള്ള കാരണം: ദേശീയ ഐക്യം, രാഷ്ട്രീയ സ്ഥിരത, നാവികശക്തി, പുത്രികാ രാജ്യ സമ്പാദനം, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ബാങ്കിങ് സിസ്റ്റവും മൂലധനവും ഉണ്ടായിരുന്നു. ഇരുമ്പ്, കൽക്കരി തുടങ്ങിയ ധാതുക്കൾ ധാരാളമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ഉയർന്നു വന്നത്. എന്താണ്? അവിടെ ഒരു ദേശീയ ഐക്യം ഉണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ സ്ഥിരതയുണ്ടായിരുന്നു, നല്ല നാവിക ശക്തി ഉണ്ടായിരുന്നു. പിന്നെ വിവാഹത്തിലൂടെയൊക്കെ പുത്രികാ രാജ്യ സമ്പാദനം ഉണ്ടായിരുന്നു. പിന്നെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കൂടുതലായിരുന്നു. കൂടാതെ നല്ല രീതിയിലുള്ള ബാങ്കിങ് സിസ്റ്റവും നല്ല മൂലധനവും ഉണ്ടായിരുന്നു. കൂടാതെ ഇരുമ്പ്, കൽക്കരി തുടങ്ങിയ ധാതുക്കളും ധാരാളമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ഉടലെടുത്തത്.
വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച ദൂരവേഗമായ ഫലങ്ങൾ. അപ്പം വ്യാവസായിക വിപ്ലവത്തിലൂടെ ഗുണങ്ങൾ മാത്രമല്ല ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളാണ് ഉണ്ടായതെന്നാണ് ഇനി അടുത്ത് നോക്കുന്നത്. ഗുണങ്ങൾ: ഫാക്ടറി സമ്പ്രദായത്തിൻ്റെ ആവിർഭാവം. 2. കൂറ്റൻ വ്യവസായ നഗരങ്ങളുടെ വളർച്ച. 3. വ്യവസായ മുതലാളിമാർ എന്ന പുതിയ വർഗത്തിൻ്റെ ഉത്ഭവം. 4. പുതിയ കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം. അപ്പോൾ ഇതെല്ലാമാണ് വ്യാവസായിക വിപ്ലവം കൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം. 1. തൊഴിലാളികൾ കൂലിപ്പണിക്കാരായി മാറി. 2. മുതലാളിമാരുടെ ചൂഷണം വർദ്ധിച്ചു. ആദ്യകാലങ്ങളിൽ വീടുകളിലാണ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഫാക്ടറിയിലോട്ടേക്ക് മാറ്റിയപ്പോഴത്തേക്കും ഈ തൊഴിലാളികൾ കൂലിക്കാരായി മാറി. മുതലാളിമാർ അവരെ ചൂഷണം ചെയ്യുന്നതും വർദ്ധിച്ചു. നഗരങ്ങളിലെ ജനസംഖ്യ വർദ്ധിച്ചതോടുകൂടി പകർച്ചവ്യാധികൾ മൂലമുള്ള മരണവും വർദ്ധിച്ചു. കുറഞ്ഞ വേതനത്തിൽ സ്ത്രീകളും കുട്ടികളും പണിയെടുക്കാൻ നിർബന്ധിതരായി. ബാലവേല വർദ്ധിച്ചു. അപ്പോൾ ഇതെല്ലാമാണ് വ്യാവസായിക വിപ്ലവത്തിന് കാരണമുണ്ടായ ദോഷങ്ങൾ. വ്യാവസായിക വിപ്ലവാനന്തരം അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തോടെ ഇംഗ്ലണ്ടിലുണ്ടായ മറ്റൊരു വിപ്ലവമാണ് കാർഷിക വിപ്ലവം. അപ്പോൾ നമ്മൾ വ്യാവസായിക വിപ്ലവം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാർഷിക വിപ്ലവത്തിനെ കുറിച്ചും പറയണം. 18-ാം നൂറ്റാണ്ടുകളിൽ നടന്ന വിപ്ലവം തന്നെയാണ് കാർഷിക വിപ്ലവം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ വളർച്ച ജനസംഖ്യാ വർധന കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ആവശ്യകതയിലും വർധനയുണ്ടാക്കി. അപ്പം വ്യാവസായിക വിപ്ലവത്തിൻ്റെ വളർച്ച ജനസംഖ്യയിൽ വർധനയുണ്ടാക്കി. ഇത് കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ആവശ്യകതയിലും വർധനവുണ്ടാക്കി. ഇവിടെ കർഷകർ ചെയ്തിരുന്നത് വിളയിൽ 2 വർഷം കൃഷി ചെയ്ത് 3-ാമത്തെ വർഷം അല്ലെങ്കിൽ കൃഷിഭൂമിയുടെ 1/3 ഭാഗം തരിച്ചിടുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇങ്ങനെ തരിച്ചിടുന്നതാണ് ഈ തുറന്ന വയൽ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. ചതുർവർഷ കൃഷി പദ്ധതി കൊണ്ടുവന്നത് ഡൗൺഷെഡ് പ്രഭുവാണ്. തരിച്ചിടുന്ന സമയത്ത് മുള്ളങ്കി പോലുള്ള കിഴങ്ങുവർഗ്ഗം കൃഷി ചെയ്താൽ ഭൂമിയുടെ ഫലപുഷ്ടി വർദ്ധിക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഒരു കൃഷിയിടത്തിൽ ഗോതമ്പ്, ബാർലി, കാലിത്തീറ്റ, പയർ എന്നിവ വർഷം തോറും മാറി മാറി കൃഷി ചെയ്താൽ ഭൂമിയുടെ ഫലപുഷ്ടി വർദ്ധിക്കുമെന്നും ഇത് കന്നുകാലികൾക്കും ഉപകാരപ്രദമാകുമെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. കൃഷി ലാഭകരമാണെന്ന് കണ്ടെത്തിയ സമ്പന്നർ തുണ്ടുഭൂമി വാങ്ങിച്ച് വളച്ചുകെട്ടി പാർലമെന്റിനെ കൊണ്ട് വളച്ചുകെട്ടൽ നിയമം പാസ്സാക്കുകയും ചെയ്തു. അപ്പം ചതുർവർഷ കൃഷി പദ്ധതി ആരംഭിച്ചത് ഡൗൺഷെഡ് പ്രഭുവാണ്. തരിച്ചിടുന്ന സമയത്ത് മുള്ളങ്കി പോലുള്ള കിഴങ്ങുവർഗ്ഗം കൃഷി ചെയ്താൽ ഭൂമിയുടെ ഫലപുഷ്ടി വർദ്ധിക്കുമെന്ന് അവർ വിശ്വസിച്ച് ഒരു കൃഷിയിടത്തിൽ ഗോതമ്പ്, ബാർലി, കാലിത്തീറ്റ, പയർ എന്നിവ വർഷം തോറും മാറി മാറി കൃഷി ചെയ്താൽ ഭൂമിയുടെ ഫലപുഷ്ടി വർദ്ധിക്കുമെന്നും ഇത് കന്നുകാലികൾക്ക് ഉപകാരപ്രദമെന്നും അവർ വിശ്വസിച്ചിരുന്നു. കൃഷി ലാഭകരമാണെന്ന് കണ്ടെത്തിയ സമ്പന്നർ എന്താണ് ചെയ്തത്? അവർ തുണ്ടുഭൂമികൾ വാങ്ങി വളച്ചുകെട്ടി പാർലമെന്റിനെ കൊണ്ട് വളച്ചുകെട്ടൽ നിയമം പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചാണ്. വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമ്മൾ എന്തെല്ലാമാണെന്ന് പഠിച്ചു. ഇംഗ്ലണ്ടിൽ മാത്രമല്ല ആഗോളപരമായ എന്തെല്ലാം മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവത്തിലൂടെ വന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇതിൽ SCERT പോയിന്റുകളും ഉൾപ്പെടുത്തിയാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഈ പഠിപ്പിക്കുന്നതിലും എന്തെങ്കിലും മാറ്റം വരുത്തണം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.